ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അശ്ലോക് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൗനം സമ്മതം രണ്ടാം ഭാഗത്തിന്റെ 363 എപ്പിസോഡാണ്. വളരെ ആകാംക്ഷഭരിതമായ മുഹൂർത്തങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മളെ കാത്തിരിക്കുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അശോകിനെയാണ്. ബർത്ത്ഡേ പാർട്ടിക്ക് വന്ന കുട്ടികളുടെ എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാനും അവർക്ക് സന്തോഷം നൽകാനുമായി അശോക് അവിടെ പാട്ടുപാടുകയും ഡാൻസ് കളിക്കുകയുമാണ്. കുട്ടികൾ എല്ലാവരും അശോകിന്റെ പ്രകടനം കണ്ട് ആസ്വദിക്കുന്നുണ്ട്. കുട്ടികളെ എങ്ങനെയെങ്കിലും പിടിച്ചിരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഡാൻസ് കളിച്ച് അശോക് ആകെ തളർന്നു പോയിരിക്കുകയാണ്. ഏറെ നേരം കുട്ടികളുമായി ചിലവഴിച്ച ശേഷം ഇനി സമയം കളയണ്ട എന്ന് കരുതി അശോക് അവരെയെല്ലാം കേക്ക് മുറിക്കാനായി കൊണ്ടുപോകുന്നു. മറുഭാഗത്ത് കാണിക്കുന്നത് ആശയും ഓണറുടെ ഭാര്യയും ചേർന്നുള്ള കാഴ്ചയാണ്. പാർട്ടിക്ക് എത്തിയവർക്ക് നൽകാനുള്ള ഭക്ഷണ സാധനങ്ങൾ അവർ രണ്ടുപേരും ചേർന്ന് വളരെ വേഗത്തിൽ തയ്യാറാക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഓണർ വരുന്നത്. ആശ തയ്യാറാക്കിയ ഭക്ഷണത്തിൽ ചിലത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിരുന്നു. ഇത് കണ്ടതോടെ ഓണർ ആകെ ടെൻഷനിലായി. വന്ന അതിഥികൾക്ക് ഇതെങ്ങനെ വിളമ്പുമെന്നും അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുമൊക്കെ ആലോചിച്ച് അയാൾ വേവലാതിപ്പെടാൻ തുടങ്ങി. ആശയോടുള്ള ദേഷ്യം കൊണ്ടല്ല, മറിച്ച് ആ പരിപാടി മോശമാകുമോ എന്ന പേടി കൊണ്ടാണ് അയാൾ ഓരോന്ന് പറയുന്നത്. എന്നാൽ ആശ ഒട്ടും തളരാതെ നിങ്ങളിപ്പോൾ ടെൻഷനാകേണ്ട എന്നുമെല്ലാം ഞാൻ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ഓണർക്ക് ആത്മവിശ്വാസം നൽകുന്നു. പിന്നീട് കുട്ടികൾ സന്തോഷത്തോടെ കേക്ക് മുറിക്കുമ്പോൾ അത് നോക്കി നിൽക്കുന്ന അശോകിന്റെ അടുത്തേക്ക് ഓണർ വരികയാണ്. നീ ചെയ്ത കാര്യത്തിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് അദ്ദേഹം അശോകിനോട് പറയുന്നു. അശോക് ആ കുട്ടികളെ അത്രത്തോളം ശ്രദ്ധയോടെ നോക്കിയില്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അതിനിടയിൽ ആശ ഫുഡ് നന്നായി ഉണ്ടാക്കുമോ എന്നൊരു പേടി ഓണർ അശോകിനോട് പങ്കുവെക്കുന്നുണ്ട്. അതിന് മറുപടിയായി നിങ്ങൾ ഒട്ടും പേടിക്കേണ്ടെന്നും ആശ നന്നായി ഭക്ഷണം പാകം ചെയ്യുമെന്നും അശോക് ഉറപ്പു നൽകുന്നു. ഇത്രയും പേർക്ക് വേണ്ടി അവൾ ആദ്യമായാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെങ്കിലും ഒന്നും മോശമാകില്ലെന്ന് അശോക് വിശ്വസിക്കുന്നു. ഭക്ഷണം തയ്യാറായതോടെ എല്ലാവരെയും കഴിക്കാനായി വിളിക്കുന്നു. ആ സമയത്തും ആശയുടെ ഉള്ളിൽ വലിയ പേടിയുണ്ട്. താൻ ഉണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന ചിന്ത അവളെ അലട്ടുന്നുണ്ട്. ഈ സമയത്താണ് സച്ചിൻ അവിടേക്ക് വരുന്നത്. ആരും കാണാതെ ഒളിഞ്ഞു നോക്കി അവിടെ നടക്കുന്ന കാര്യങ്ങൾ സച്ചിൻ വീക്ഷിക്കുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആശയ്ക്കും അശോകിനും ഓണർക്കും വലിയ ടെൻഷനുണ്ട്. അതിഥികൾക്ക് ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞു. അവരുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് അവർ. അപ്പോഴാണ് അവിടെ വന്ന അതിഥികളിൽ ഒരാൾ ഓണറെ വിളിക്കുന്നത്. ഭക്ഷണം അതീവ രുചികരമാണെന്നും വളരെ വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളാണിതെന്നും അവർ ഓണറോട് പറയുന്നു. ഇത് കേട്ടതോടെ ഓണറുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അദ്ദേഹം ഉടനെ ആശയുടെ അടുത്തെത്തി അവളെ വാനോളം പ്രശംസിച്ചു. ഇത്രയും നല്ല ഭക്ഷണം വിളമ്പിയതിന് അദ്ദേഹം ആശയോട് നന്ദി പറയുന്നു. അവിടെ വന്ന ഗസ്റ്റുകളോട് ഇതെല്ലാം ഉണ്ടാക്കിയത് എന്റെ അനിയത്തിയായ ആശയാണെന്ന് അഭിമാനത്തോടെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നു. ദൂരെ മാറി നിന്ന് സച്ചിൻ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സച്ചിൻ ഉടനെ തന്നെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് അമ്മയോടും അപ്സരയോടും ഈ കാര്യങ്ങൾ പറയുന്നു. ആശയ്ക്ക് ലഭിച്ച പ്രശംസ കേട്ടതോടെ അവർക്ക് ആകെ ദേഷ്യം വരികയാണ്. പാചകക്കാരനെ പറഞ്ഞുവിട്ട് ആ പാർട്ടി കുളമാക്കാൻ അമ്മയിട്ട പ്ലാനുകളെല്ലാം പാഴായിപ്പോയല്ലോ എന്നോർത്ത് അവർ അരിശപ്പെടുന്നു. മാത്രമല്ല, ഓണർ ഇപ്പോൾ ആശയെ സ്വന്തം അനിയത്തിയെപ്പോലെയാണ് കാണുന്നതെന്ന് കേൾക്കുമ്പോൾ അവരുടെ ദേഷ്യം ഇരട്ടിക്കുന്നു. അപ്സരയ്ക്ക് ഇത് വിശ്വസിക്കാനായില്ല. അവൾ സച്ചിനെ വീണ്ടും അങ്ങോട്ട് തന്നെ പറഞ്ഞയക്കുന്നു. എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ലെന്നും താൻ തന്നെ നേരിട്ട് പോയി എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞ് അമ്മയും അപ്സരയും പാർട്ടി നടക്കുന്നിടത്തേക്ക് തിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായി കമന്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് ഓഫ് ഇടാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു 100 ലൈക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലൈക്ക് ചെയ്യുന്നവരെല്ലാം നിർബന്ധമായും ഒരു കമന്റ് കൂടി ഇടണം. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും എനിക്ക് വലിയൊരു പ്രചോദനമാണ്. അതുകൊണ്ട് ലൈക്ക് കൗണ്ടും കമന്റ് കൗണ്ടും ഒരേപോലെ എത്തിക്കാൻ നിങ്ങൾ സഹായിക്കുമെന്ന് കരുതുന്നു. ബർത്ത്ഡേ പാർട്ടിയെല്ലാം കഴിഞ്ഞ് അതിഥികൾ പോയി കഴിഞ്ഞു. അവിടെയുള്ള സാധനങ്ങളെല്ലാം വൃത്തിയാക്കുന്നതിനിടയിലാണ് സച്ചിൻ അവിടെ ഒളിഞ്ഞു നോക്കുന്നത് അവർ കാണുന്നത്. ആശ സച്ചിനെ അടുത്തേക്ക് വിളിച്ചു. നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് സ്നേഹത്തോടെ ചോദിക്കുന്നു. സച്ചിൻ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടെ ആശ അവനെ പിടിച്ചിരുത്തി ഭക്ഷണം വിളമ്പി നൽകുന്നു. ഭക്ഷണം കണ്ടപ്പോൾ തന്നെ സച്ചിൻ വളരെ സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങി. ആ സമയത്താണ് അപ്സരയും അമ്മയും അവിടേക്ക് വരുന്നത്. സച്ചിൻ അവിടെയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ട അവർക്ക് കടുത്ത ദേഷ്യം തോന്നി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സച്ചിൻ അറിയാതെ ഒരു സത്യം വിളിച്ചു പറയുന്നു. എന്റെ അമ്മ ഇവിടുത്തെ പാചകക്കാരനെ വയറ്റിന് പണി കൊടുത്ത് പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടില്ലായിരുന്നു എന്നവൻ പറയുന്നു. ഇത് കേട്ടതോടെ ആശയും അശോകും ഓണറും ഞെട്ടിപ്പോകുന്നു. അവർ സച്ചിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും അമ്മയും അപ്സരയും അവിടേക്ക് വന്ന് വലിയ രീതിയിൽ വഴക്കുണ്ടാക്കുന്നു. ഓണർക്ക് വലിയ ദേഷ്യം വന്നു. ഒരു കൊച്ചുകുട്ടിയുടെ ജന്മദിന പാർട്ടി കുളമാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നെന്നും നിങ്ങൾ ഒരു മനുഷ്യനാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഇത് കേട്ടതോടെ അപ്സര തിരിച്ചടിക്കുന്നു. അതെ, ഞാൻ തന്നെയാണ് പാർട്ടി കുളമാക്കാൻ ശ്രമിച്ചതെന്ന് അവൾ പരുഷമായി പറയുന്നു. ഉടനെ ഓണറുടെ ഭാര്യ അപ്സരയ്ക്ക് നേരെ വരികയാണ്.
നിനക്ക് നാണമില്ലേ? നിനക്കും ഒരു മകനില്ലേ? എന്നിട്ടും ഒരു കുഞ്ഞിന്റെ സന്തോഷം കെടുത്താൻ നോക്കിയല്ലോ എന്ന് അവർ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. എന്നാൽ അപ്സര ഒട്ടും കുറയ്ക്കാതെ തിരിച്ചും ചോദിക്കുന്നു. പഞ്ചായത്തിലുള്ള എല്ലാവരെയും വിളിച്ചിട്ടും ഞങ്ങളെ മാത്രം എന്തുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് അവർ ചോദിച്ചു. ഇതിനുശേഷം അവർ അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. അവർ പോയതിനു ശേഷം ആശയും അശോകും ഓണറോട് അവരെ വിളിക്കാത്തതിനെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ ഓണർ പറയുന്നത് അവരെ വിളിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്നാണ്. വിളിക്കാത്തപ്പോൾ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ വിളിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ പുകിലുണ്ടാക്കുമായിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് മനഃപൂർവ്വം ഒഴിവാക്കിയത്. പിന്നീട് ഓണർ ആശയോടും അശോകിനോടും നന്ദി പറയുന്നു. നിങ്ങളുടെ സഹായം കൊണ്ടാണ് എനിക്കിന്ന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ സാധിച്ചത്. ആ നന്ദി ഒരിക്കലും മറക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു. ആശ പറഞ്ഞു, ഇതിൽ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന്. അവർ നിർബന്ധിച്ചിട്ടും ക്ഷീണം കാരണം ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാതെ ആശയും അശോകും വീട്ടിലേക്ക് തിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കാളിന്തിയുടെ വീടാണ്. അവിടെ അങ്കുശും മാലയും പൈസയ്ക്ക് വേണ്ടി എപ്പോഴത്തെയും പോലെ തർക്കത്തിലാണ്. ഒരു പുതിയ ഫോൺ വാങ്ങാൻ 10,000 രൂപ വേണമെന്ന് പറഞ്ഞ് അങ്കുശ് വഴക്കുണ്ടാക്കുന്നു. തന്റെ കയ്യിൽ പൈസയില്ലെന്ന് പറഞ്ഞ് കാളിന്തി സങ്കടപ്പെടുന്നു. പൈസയ്ക്ക് വേണ്ടിയുള്ള അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ കാളിന്തി ആകെ തളർന്നിരിക്കുകയാണ്. അടുത്ത സീനിൽ നിരഞ്ജനയാണ് കാണിക്കുന്നത്. അശോകിന്റെ ഫോട്ടോയും നോക്കി വിഷമിച്ചിരിക്കുകയാണ് നിരഞ്ജന. ആ സമയത്ത് ഭരത് അങ്ങോട്ട് വരുന്നു. നിരഞ്ജനയുടെ മുറിയുടെ മുന്നിലെത്തുമ്പോൾ ഭരത് ആരോടോ ഫോണിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് നിരഞ്ജന കാണുന്നു. എത്ര പൈസയായാലും വേണ്ടില്ല, എന്റെ സഹോദരനെ എനിക്ക് കണ്ടുപിടിക്കണം എന്ന് ഉറച്ച ശബ്ദത്തിൽ ഭരത് പറയുന്നത് കേട്ട് നിരഞ്ജനയ്ക്ക് അവനോട് വലിയ ബഹുമാനം തോന്നുന്നു. സഹോദരനോടുള്ള ഭരതിന്റെ സ്നേഹം അവരെ അതിശയിപ്പിക്കുന്നു. ഭരത് മുറിയിലേക്ക് വന്നപ്പോൾ നിരഞ്ജന വളരെ സങ്കടത്തോടെ അവനോട് സംസാരിക്കുന്നു. മോനെ, ഞാൻ നിന്നെ ഒരുപാട് അവഗണിച്ചിട്ടുണ്ട്. ഫാമിലി ബിസിനസ്സിലോ വീട്ടിലോ നിനക്ക് അർഹമായ ഒരു സ്ഥാനം ഞാൻ തന്നിട്ടില്ല. എന്നിട്ടും ഇത്രയും വലിയ പ്രതിസന്ധി വന്നപ്പോൾ നീയാണ് എന്റെ കൂടെ നിന്നത്. നിന്റെ ജോലി പോലും കളഞ്ഞ് നീ അശോകിനെ തിരയാൻ നടക്കുകയാണ്. നീ കൂടെയില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് പറഞ്ഞു നിരഞ്ജന കരയുന്നു. അച്ഛൻ ഇങ്ങനെയൊരു വാക്ക് പറയുന്നത് കേൾക്കാൻ ഭരത് ഒരുപാട് കാലമായി കാത്തിരിക്കുകയായിരുന്നു. നിരഞ്ജന സങ്കടത്തോടെ ഭരതിനെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്നു. എപ്പിസോഡിന്റെ അവസാനം ആശയും അശോകും തമ്മിലുള്ള സംഭാഷണമാണ്. അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചും ആശയുടെ പാചകത്തെക്കുറിച്ചും അവർ സംസാരിക്കുന്നു. ആശയെക്കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയൂ എന്ന് അശോക് പറയുമ്പോൾ അശോകിന്റെ പിന്തുണയുള്ളതുകൊണ്ടാണ് തനിക്കിതൊക്കെ സാധിക്കുന്നതെന്ന് ആശയും പറയുന്നു. ആ സമയത്താണ് ഓണറും ഭാര്യയും അവിടേക്ക് ഭക്ഷണം എത്തിക്കുന്നത്. ഓണർ വീണ്ടും നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ താൻ അദ്ദേഹത്തെ സ്വന്തം സഹോദരനായിട്ടാണ് കാണുന്നതെന്ന് ആശ പറയുന്നു. അപ്പോൾ ഓണറുടെ ഭാര്യ തമാശയായി ചോദിക്കുന്നു, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഹോട്ടൽ തുടങ്ങിയാലോ എന്ന്. എന്നാൽ ഓണർ അത് കാര്യമായി എടുക്കുന്നു. ഹോട്ടൽ ബിസിനസ് തുടങ്ങിയാൽ അത് വലിയ വിജയമാകുമെന്ന് അദ്ദേഹം പറയുന്നു. ആശയ്ക്കും ആ ഐഡിയ ഇഷ്ടമാകുന്നു. എന്നാൽ അശോക് അതിനെ എതിർക്കുന്നു. ഹോട്ടൽ നടത്തുക എന്നത് വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമാണെന്നും നമുക്ക് അതിന് സാധിക്കില്ലെന്നും അശോക് തറപ്പിച്ചു പറയുന്നു. ഇത് കേട്ട് ആശയ്ക്ക് വലിയ സങ്കടം തോന്നുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി വരും എപ്പിസോഡുകളിൽ ആശയുടെ ഹോട്ടൽ എന്ന സ്വപ്നം നടക്കുമോ? അശോക് അതിന് സമ്മതിക്കുമോ? ഭരത് അശോകിനെ കണ്ടെത്തുമോ? ഇതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. മൗനം സമ്മതം സീരിയലിന്റെ ഇതുപോലെയുള്ള എല്ലാ എപ്പിസോഡുകളും ഉടൻ തന്നെ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എപ്പിസോഡിന്റെ വീഡിയോകളെല്ലാം തന്നെ അശ്ലോക് യൂണിവേഴ്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലും അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ആ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.